നെക്സ്റ്റ് പറയുന്നത് ഗ്രാഫ്സ് ഓഫ് പോളാർ ഇക്വേഷൻസ്. അതായത് പോളാർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലോ അതായത് ആറും തീറ്റയും തമ്മിലുള്ള റിലേഷൻ. പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ആർ ആൻഡ് തീറ്റ. ദെൻ ആർ ആൻഡ് തീറ്റ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷനാണ് പോളാർ ഫോമിലുള്ള ഇക്വേഷൻ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ അല്ലെങ്കിൽ എഫ് ഓഫ് ആർ തീറ്റ, ഫംഗ്ഷൻ ഓഫ് ആർ തീറ്റ ഈക്വൽ ടു 0. ഈ ഫോമിലായിരിക്കും പോളാർ ഇക്വേഷൻ വരിക. അതിൻ്റെ ഗ്രാഫ് എന്താണെന്നാണ്, അതായത് നമ്മൾ എങ്ങനെയാണ് പോളാർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക എന്നാണ് പറയുന്നത്. ദ ഗ്രാഫ് ഓഫ് എ പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ or more generally f of r theta equal to 0 is the set of all points r theta whose coordinates satisfy the equation. അതായത് ഈ ഒരു ഇക്വേഷൻ പോളാർ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണ എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യണതാണ് എന്ത് ഗ്രാഫ്. അതായത് ഈ ഒരു ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ അല്ലെങ്കിൽ എഫ് ഓഫ് ആർ തീറ്റ ഈക്വൽ ടു 0 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ എല്ലാ ആർ തീറ്റകളുമാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഗ്രാഫ് നോക്കാം. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് പോളാർ ഇക്വേഷൻസ് ആൻഡ് റീകൺസൈൽ യുവർ റിസൾട്ട് ബൈ ഫൈൻഡിങ് ദ കറസ്പോണ്ടിങ് റെക്റ്റാങ്കുലർ ഇക്വേഷൻ. അതായത് ആർ ഈക്വൽ ടു 2 എന്നുള്ള ഫംഗ്ഷൻ്റെ ആർ ഈക്വൽ ടു 2 എന്നുള്ള പോളാർ ഇക്വേഷൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആർ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ എന്താണ്? ആർ എന്ന് വെച്ചാൽ നമുക്കറിയാം പോളാർ കോർഡിനേറ്റ് ആർ എന്ന് വെച്ചാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് ആർ ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്ന് ഈ ഒരു ഗ്രാഫിൽ ഒരു പോയിൻ്റ് പി വരണം എന്ന് വെച്ചാൽ എന്ത് വേണം? ആ ഒരു പി എന്നുള്ള പോയിൻ്റ് ആർ ഈക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യണം. പിയുടെ കോർഡിനേറ്റ് ആർ തീറ്റ ആണെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഈ ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പോൾ ആർ വാല്യൂ 2 ആയിരിക്കണം. അപ്പോൾ ഒറിജിൻ എടുക്കണു. ഒറിജിനിൽ നിന്ന് അപ്പോൾ നമുക്ക് ആർ ആൻഡ് തീറ്റ നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ്സ് വരയ്ക്കുകയാണ്. ആർ ഈക്വൽ ടു തീറ്റ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആർ ഈക്വൽ ടു തീറ്റ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 2 സാറ്റിസ്ഫൈ ചെയ്യണം. എല്ലാ പോയിൻറ്റ്സും എന്തിലുണ്ടാവണം? ഈ ഗ്രാഫിലുണ്ടാവണം. അപ്പോൾ ആർ വാല്യൂ 2. അപ്പോൾ അതായത് ആർ വാല്യൂ 2 എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്ന് 2 ഡിസ്റ്റൻസിൽ കിടക്കണ എല്ലാ പോയിൻറ്റ്സും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അതായത് ഈ ഒരു സർക്കിളിൽ കിടക്കണ ഓരോ പോയിൻറ്റിനും 2 റേഡിയസ് ഉള്ള സർക്കിളിൽ കിടക്കണ ഓരോ പോയിൻറ്റിനും എന്താണ്? ആർ വാല്യൂ 2 ആണ്. അപ്പോൾ എന്താണ് ആർ ഈക്വൽ ടു 2വിൻ്റെ ഗ്രാഫ് വരിക? ദാറ്റ് ഇസ് എ സർക്കിൾ ഹാവിങ് റേഡിയസ് 2. സൊല്യൂഷൻ നോക്കാം. ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു 2 കൺസിസ്റ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് പി ആർ തീറ്റ വേർ ആർ ഇസ് ഈക്വൽ ടു 2. തീറ്റ ക്യാൻ അസ്യൂം എനി വാല്യൂ. ഇവിടെ തീറ്റയ്ക്ക് യാതൊരു റെസ്ട്രിക്ഷനും പറഞ്ഞിട്ടില്ല. തീറ്റ ഏത് നമ്പർ വേണം കിടക്കാം. സിൻസ് ആർ ഗീവ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ദ പോൾ ഒ, we see that the graph consists of all points that are located at a distance of 2 units from the pole. In other words, the graph of r equal to 2 is a circle of radius 2 centered at the pole. അതാണ് ഇവിടെ ഗ്രാഫ് ഫിഗറിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് ഇതിലേക്ക് എങ്ങനെ മാറ്റുക? അപ്പോൾ നമുക്കിവിടെ ആർ തീറ്റ പോളാർ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇതിനെ കാർട്ടീഷ്യനാക്കി മാറ്റണം. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ പോളാർ കോർഡിനേറ്റ്സ് ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് നമുക്കറിയാം. ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ ആർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്താണ്? 4 ആണ്. സോ 4 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ വരിക. അതായത് റെക്ടാങ്കുലർ ഇക്വേഷൻ എന്താണ്? ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് 4 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ഹാവിങ് റേഡിയസ് 2. ഇത് തന്നെയാണ് നമുക്കിവിടെ റിസൾട്ട് കിട്ടിയത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോളാർ ഇക്വേഷൻ തന്നിരിക്കുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 2π/3. അതായത് ഇവിടെ തീറ്റയുടെ വാല്യൂ ആണ് ഫിക്സഡ്. ആർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് സർക്കിൾ. അപ്പോൾ ആർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ കോൺസ്റ്റൻ്റ് ഏതാണോ അത്രയും റേഡിയസ് വരണ സർക്കിളായിരിക്കും എന്ത് വരിക? ആർ ഈക്വൽ ടു 2 എന്നുള്ളതിൻ്റെ ഗ്രാഫ് വരിക. ഇനി നെക്സ്റ്റ് പറയണത് തീറ്റയുടെ വാല്യൂ കോൺസ്റ്റൻറ്റ്. തീറ്റ ഈക്വൽ ടു 2π/3.
അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ ആണ് ഫിക്സഡ് ആയിട്ടുള്ളത്. അതായത് പോളാർ കോർഡിനേറ്റ് തീറ്റ എന്നുള്ള പോളാർ കോർഡിനേറ്റ് എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മളിവിടെ എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പോയിൻ്റ് പി എന്നുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റയാണെങ്കിൽ എന്തായിരുന്നു ഈ തീറ്റയുടെ വാല്യൂ? തീറ്റ എന്ന് പറയുന്നത് പോൾ എന്നുള്ള ഒറിജിനിൽ നിന്ന് പിയിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഒരു ഒ പി എന്നുള്ള ലൈൻ പോളാർ ആക്സസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കണം? 2π/3 ആയിരിക്കണം. അവിടെ തീറ്റയുടെ വാല്യൂ ഫിക്സഡ് 2π/3 ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ ആയിരുന്നു തീറ്റ. ഈ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്? ഈ വാല്യൂ 2π/3 ആണ്. തീറ്റയുടെ വാല്യൂ 2π/3 ആയിരിക്കണം എന്നേ ഉള്ളൂ. ആർ എന്നുള്ള വാല്യൂ ഏത് നമ്പർ വേണമെങ്കിലാവാം. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ ആർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? റേഡിയൽ സൈഡ് ഓഫ് തീറ്റയിലാണ് പി എന്നുള്ള പോയിന്റ് കിടക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റ്സും ആർ പോസിറ്റീവ് വാല്യൂസിന് കിട്ടും. ദെൻ ആർ നെഗറ്റീവ് ആവണ കേസിൽ തീറ്റ 2π/3 ആർ നെഗറ്റീവും ആണെങ്കിൽ എന്ത് വരും? ഈ ഒരു ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കിടക്കണ ലൈനിൻ്റെ പാർട്ട് കിട്ടും. അപ്പം നമുക്ക് ആർ ഗ്രേറ്റർ ദാൻ 0 ആവണ കേസിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ലൈനിൻ്റെ പാർട്ടും ആറ് നെഗറ്റീവ് ആവണ കേസിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കിടക്കണ ഈ ഒരു ലൈനിൻ്റെ പാർട്ടുമാണ് കിട്ടുക. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഒരു ലൈനാണ് തീറ്റ ഈക്വൽ ടു 2π/3 എന്നുള്ളതിൻ്റെ ഗ്രാഫ്. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 2π/3. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ദ ഗ്രാഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 2π/3 കൺസിസ്റ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് പി ആർ തീറ്റ where theta equal to 2π/3 and r can assume any value. Since theta measures the angle the line segment OP makes with the polar axis, we see that the graph consists of all points that are located on the straight line passing through the pole O and making an angle of 2π/3 radians with the polar axis. Observe that the half line in the second quadrant consists of points for which are greater than 0, whereas the half line in the fourth quadrant consists of all points for which are less than 0. To find the corresponding rectangular equation, അതായത് ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം റെക്ടാങ്കുലർ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തീറ്റയുടെ വാല്യൂ 2π/3 ആണ്. തീറ്റ എന്നുള്ളത് അറിയാം ടാൻ ഇൻവേഴ്സ് y/x ആണ്. അപ്പോൾ ടാൻ തീറ്റ എന്തായിരിക്കും? y/x ആയിരിക്കും. തീറ്റ എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് y/x അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടാൻ തീറ്റ എന്ന് പറയുന്നത് y/x ആയിരിക്കും. സോ ടാൻ തീറ്റയുടെ വാല്യൂ ഇവിടെ എന്താണ് വരിക? ടാൻ തീറ്റ ഈക്വൽ ടു y/x, ദാറ്റ് ഈസ് ടാൻ 2π/3 ഈക്വൽ ടു y/x. ദെൻ ടാൻ 2π/3യുടെ വാല്യൂ ആണ് -√3. സോ y/x ഇസ് ഈക്വൽ ടു -√3 ഓർ y ഈക്വൽ ടു -√3x. ഇതായിരിക്കും നമ്മുടെ റെക്ടാങ്കുലാർ ഇക്വേഷൻ. അപ്പോൾ y ഈസ് ഈക്വൽ ടു -√3x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഗ്രാഫ് റെക്ടാങ്കുലാർ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്താണ്? ഇത് ഫസ്റ്റ് ഡിഗ്രി ആണ് അല്ലേ? y ഈക്വൽ ടു -√3x. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് മനസ്സിലാക്കാം. ദിസ് ഇക്വേഷൻ കൺഫേംസ് ദാറ്റ് ദ ഗ്രാഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 2π/3 is a straight line with slope -√3. അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് നമുക്ക് y ഈക്വൽ ടു -√3x ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുക. നെക്സ്റ്റ് എക്സാമ്പിൾ. Sketch the graph of polar equation r equal to 2 sin theta. Find the corresponding rectangular equation and reconcile your results. അപ്പോൾ നമുക്കിവിടെ പോളാർ ഇക്വേഷൻ തന്നിരിക്കുന്നത് r equal to 2 sin theta. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ എല്ലാ പോയിൻറ്റ്സും നമുക്ക് കണ്ടുപിടിക്കണം. എല്ലാ പി ആർ തീറ്റ എന്നുള്ള പോയിൻറ്റ്സും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എക്സ് ആൻഡ് വൈയിലെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ എല്ലാ x/y വാല്യൂസും കണ്ടുപിടിക്കും. അപ്പോൾ കുറച്ച് x വാല്യൂസിന് കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ x/y പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യണം നമ്മൾ ചെയ്യാം. ദെൻ അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് കണ്ടുപിടിക്കുക. അതേപോലെ കുറച്ച് തീറ്റ വാല്യൂസിന് നമ്മൾ ആർ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ തീറ്റ നോക്കാം നമുക്ക്. തീറ്റ നമ്മളിവിടെ 0, π/6,
0, pi by 6, pi by 4, pi by 3, pi by 2, 2 pi by 3, 3 pi by 4, 5 pi by 6, pi ഈ വാല്യൂസിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആർ വാല്യൂസ് തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ആർ എന്തായിരിക്കും? ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ആർ ഈക്വൽ ടു 2 സൈൻ 0. സൈൻ 0 0 ആണ്. അപ്പോൾ ആർ വാല്യൂ 2 into 0. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ദെൻ theta is pi by 6. Then we have r is equal to 2 sin pi by 6. That is 1. Then when theta equal to pi by 4, r equal to 2 sin pi by 4. That is equal to root 2. Approximately equal to 1.4. Then theta equal to pi by 3. R is root 3. Approximately equal to 1.7. When theta equal to pi by 2, r is equal to 2. Theta equal to 2 pi by 3, r is root 3. That is approximately equal to 1.7. Then when theta is 3 pi by 4, r is root 2, approximated to 1.4. When theta is 5 pi by 6, then we have r is 1 and theta is equal to pi, then r is equal to 0. ഇത്രയും വാല്യൂസിന് നമ്മളിവിടെ r and theta, for theta വാല്യൂസിന് r ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് ഇത്രയും പോയിൻറ്റ്സ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതായത് ഈ r theta എന്നുള്ള പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തീറ്റയുടെ വാല്യൂ 0 ആവുക, അതായത് പോസിറ്റീവ് പോളാർ ആക്സിസിൽ നിന്നുള്ള ആംഗിൾ ഒ പി എന്നുള്ള ലൈനിലേക്കുള്ള ആംഗിൾ, അതാണ് നമുക്ക് തീറ്റ. അപ്പോൾ തീറ്റയുടെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഈ ഒരു ആക്സിസിലാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആർ വാല്യൂ എന്താണ്? 0. അപ്പം നമുക്ക് ഒറിജിൻ ആണ് കിട്ടുക. ദെൻ ഈ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. ദെൻ തീറ്റ പൈ ബൈ 6, അതായത് ഒ പി എന്നുള്ള ലൈൻ, അതായത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പോളാർ ആക്സിസിൽ നിന്ന് പൈ ബൈ 6 ആംഗിൾ മെഷർ ചെയ്യണം. ദെൻ പൈ ബൈ 6 എന്നുള്ള ആംഗിൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ് എടുക്കണം? ഈ ഡിസ്റ്റൻസ് ആണ് 1. ആർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 1. അപ്പോൾ 1 ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണം. ഒറിജിനൽ പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ് പൈ ബൈ 6 ആംഗിൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് ഈ ഒരു പോയിൻ്റാണ് 1 പൈ ബൈ 6. ദെൻ അതേപോലെ ആംഗിൾ പൈ ബൈ 4 ആകുമ്പോൾ ആർ വാല്യൂ റൂട്ട് 2. അപ്പോൾ ഈ ഒരു ആംഗിൾ പൈ ബൈ 4ഉം ഈ ഒരു ഡിസ്റ്റൻസ് റൂട്ട് 2. അപ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടും റൂട്ട് 2 പൈ ബൈ 4. റൂട്ട് 2 പൈ ബൈ 4 ഇതാണ് പോയിൻ്റ് വരിക. ഇനി അതേപോലെ റൂട്ട് 3 പൈ ബൈ 3 പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. ദെൻ 2 പൈ ബൈ 2 പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. ദെൻ റൂട്ട് 3 2 പൈ ബൈ 3 എന്നുള്ള പോയിൻ്റ്, റൂട്ട് 2 3 പൈ ബൈ 4 എന്നുള്ള പോയിൻ്റ്. ദെൻ 1 5 പൈ ബൈ 6 എന്നുള്ള പോയിൻ്റ്. ദെൻ ആംഗിൾ പൈ വരുമ്പോൾ, ആംഗിൾ പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളാർ ആക്സിസിൽ നിന്ന് ആംഗിൾ പൈ എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവിലേക്കാണ്, അതായത് ഈ ഒരു പാർട്ടിലേക്കാണ് പോവുക. നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഈ പാർട്ടിൽ ആംഗിൾ പൈ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ. തീറ്റ എന്നുള്ളത് ആംഗിൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസിലേക്ക് പോകും. ദെൻ ആർ 0 ആണ്, ആർ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് ഏതാണ്? പൈ എന്നുള്ള ആംഗിൾ, പോളാർ ആക്സിസിൽ നിന്ന് ആംഗിൾ പൈ മെഷർ ചെയ്തു. ദെൻ ഈ ഒരു ആർ വാല്യൂ പോസിറ്റീവാണ്. ആർ വാല്യൂ എന്താണ്? പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, 0 ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് പോയിൻ്റ് വരിക? ഒറിജിൻ തന്നെ വരും. അപ്പം നമുക്ക് ഇവിടെ പോയിൻറ്റ്സ് ഈ ഒറിജിൻ കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്സ്, കുറേ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടി ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ഇതൊരു സർക്കിളായിരിക്കും. ദെൻ നമ്മളിവിടെ തീറ്റയ്ക്ക് 0 മുതൽക്ക് പൈ വരെയുള്ള വാല്യൂസേ നോക്കിയിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ തീറ്റ ഈക്വൽ ടു നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്തേക്കുന്നത് തീറ്റ പൈ ബൈ 4ന് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. 2 പൈ ബൈ 4 ദാറ്റ് ഈസ് പൈ ബൈ 2. ദെൻ 3 പൈ ബൈ 4. ദെൻ 4 പൈ ബൈ 4. 4 പൈ ബൈ 4 എന്ന് വെച്ചാൽ പൈ ആണ്. ദെൻ തീറ്റ ഈക്വൽ ടു 5 പൈ ബൈ 4. തീറ്റ 5 പൈ ബൈ 4 എന്ന് വെച്ചാൽ എവിടെയാണ് വരിക? ഈ ഒരു തീറ്റ ഈക്വൽ ടു 5 പൈ ബൈ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ ഇതാണ് പൈ ബൈ 4. ദെൻ നമ്മൾ എന്തുകൊണ്ട് മെഷർ ചെയ്യണം? പൈ പ്ലസ് പൈ ബൈ 4 ആണ് എന്ത് വരിക? 5 പൈ ബൈ 4 വരിക. അപ്പോൾ 5 പൈ ബൈ 4 ആംഗിൾ എന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഇത്രയും ആംഗിൾ വരും.
ഇതാണ് 5π/4 എന്നുള്ള ആംഗിൾ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും നോക്കാം, ആർ വാല്യൂ എന്തായിരിക്കും നോക്കാം. 5π/4 ആംഗിളിന് കറസ്പോണ്ടിങ് ആർ വാല്യൂ എന്തായിരിക്കും ചെക്ക് ചെയ്ത് നോക്കാം. -1.4 ആണ്. അതായത് π/4 ഉണ്ടായിരുന്നതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഇതാണ് 5π/4 ആംഗിൾ. ദെൻ ഡിസ്റ്റൻസ് എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോയിൻ്റ് പോവുക, ഇതിൻ്റെ ഈ ഒരു ആംഗിളിൻ്റെ റേഡിയൽ സൈഡ്, ഓപ്പോസിറ്റ് ഓഫ് റേഡിയൽ സൈഡിലേക്കാണ്. അപ്പം നമുക്ക് പോയിൻ്റ് കിട്ടുന്നത് ഈ ഒരു പോയിൻ്റ് തന്നെയാണ്. അതായത് നമ്മളിവിടെ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുള്ള പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. ഈ √2π/4 എന്നുള്ള ആംഗിൾ തന്നെയാണ് എന്ത് വരുന്നത്, -√2 5π/4. അപ്പോൾ 5π/4 ആംഗിളിൽ ആർ വാല്യൂ എന്താണ്, -1.41 ആണ്. അപ്പം നമ്മൾ ഈ ഓൾറെഡി ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത അതേ പോയിൻ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടണത്. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ 5π/4 ഇവാലുവേറ്റ് ചെയ്തു. ദെൻ തീറ്റ = 6π/4. 6π/4 ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർ വാല്യൂ എന്തായിരിക്കും നോക്കാം. ആർ വാല്യൂ വരുന്നത് -2 ആണ്. അപ്പോൾ തീറ്റ = 6π/4 എന്ന് വെച്ചാൽ തീറ്റ = 3π/2. അതായത് ഈ ഒരു പോളാർ ആക്സിസിൽ നിന്ന് 3π/2 ആംഗിൾ. അപ്പം നമുക്ക് ഈ ഒരു ആക്സിസിലേക്കാണ്, ഈ ഒരു റേ ആണ് വരിക. ദെൻ ഇവിടെയാണ് തീറ്റ = 3π/4 എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ റേഡിയൽ സൈഡ്. ദെൻ നെഗറ്റീവാണ് ആർ വാല്യൂ. അപ്പോൾ എങ്ങോട്ടാണ് പോയിൻ്റ് പോവുക, ഈ ഒരു റേഡിയൽ സൈഡിൻ്റെ ഓപ്പോസിറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഏതാണ് പോയിൻ്റ് കിട്ടുക, ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്തെടുക്കണം, 2 ഡിസ്റ്റൻസ് എടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു 2 ഡിസ്റ്റൻസ് മെഷർ ചെയ്ത പോയിൻ്റ് ഏതാണ്, ഇതാണ് -2 3π/2 എന്നുള്ള പോയിൻ്റ്. ഈ പോയിൻ്റ് ഗ്രാഫിൽ നമ്മളിവിടെ ഓൾറെഡി പ്ലോട്ട് ചെയ്തതാണ്. ഇതാണ് 2π/2 എന്നുള്ള പോയിൻ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2π/2 എന്നുള്ള പോയിൻ്റ് തന്നെയാണ് എന്ത് വരുന്നത്, -2 3π/2. അപ്പോൾ പോയിൻ്റ് റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് തീറ്റ = നമ്മളിപ്പോൾ 6π/3 ദെൻ 6π/4 ആണ് പ്ലോട്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് 7π/4. തീറ്റ = 7π/4 നോക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആർ വാല്യൂ നോക്കാം. ആർ വാല്യൂ വരുന്നത് -1.41. അപ്പോൾ 7π/4 എന്ന് പറയുമ്പോൾ ഈ 3π/4 പ്ലസ് π, that is equal to 7π/4. അപ്പോൾ നമുക്കറിയാം 3π/4 എന്നുള്ള ആംഗിൾ ഈ ഒരു ആംഗിളായിരുന്നു. ദെൻ അതിൻ്റെ കൂടെ പൈ എന്നുള്ള ആംഗിളും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, അപ്പോഴാണ് നമുക്ക് 7π/4 കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഈ ഒരു ആംഗിളാണ് 7π/4. അപ്പോൾ ഈ ഒരു റേഡിയൽ സൈഡ് ഓഫ് തീറ്റയിലല്ല നമുക്ക് ആർ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഓപ്പോസിറ്റ് ഓഫ് റേഡിയൽ സൈഡിലേക്കാണ് പോയിൻ്റ് പോവുക. അപ്പോൾ ആറിൻ്റെ വാല്യൂ -1.41 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട പോയിൻ്റ് ഏതാണ്, ഈ ഒരു റേയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, -1.41, അതായത് 1.41 ഡിസ്റ്റൻസ് ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1.41, 7π/4 എന്നുള്ള പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് അപ്പോൾ ഏതാണ്, ഈ ഒരു പോയിൻ്റാണ്. ഇതും ഓൾറെഡി നമ്മൾ ഗ്രാഫിൽ വരച്ചിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഈ പോയിൻ്റ്, അതായത് √2 3π/4 എന്നുള്ള പോയിൻ്റ് തന്നെയാണ് -√2 7π/4 വരുന്നത്. അപ്പം നമുക്ക് തീറ്റ വാല്യൂസ് നമ്മൾ ഈ പൈ മുതൽക്ക് 2π വരെയുള്ള റേഞ്ചിൽ മെഷർ ചെയ്യുമ്പോൾ 0 to π നമ്മൾ കണ്ടുപിടിച്ച അതേ പോയിൻറ്റ്സ് തന്നെയാണ് ഗ്രാഫിൽ വരുന്നത്. അപ്പോൾ ആക്ച്വലി 0 to π തീറ്റ വാല്യൂസിന് ആർ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി പോയിൻറ്റ്സ് ഒക്കെ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ടാണ് വരിക. അപ്പം നമുക്ക് എന്ത് പറയാം, R = 2 sin θ. അതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സർക്കിൾ
നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാഫ്. എക്സ് ആക്സസും വൈ ആക്സസും വരയ്ക്കുക, അല്ലെങ്കിൽ എക്സ് ആക്സസും വൈ ആക്സസും വരച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് സർക്കിൾ കിട്ടും. ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു 2 sin theta ഇസ് എ സർക്കിൾ. ടു പ്ലോട്ട് ദ പോയിൻറ്റ്സ്, ഫസ്റ്റ് ഡ്രോ the ray with the desired angle, then locate the point by measuring of the required distance from the pole. ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് റെക്റ്റാങ്കുലാർ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, റെക്റ്റാങ്കുലാർ ഇക്വേഷൻ നമുക്കിവിടെ പോളാർ ഇക്വേഷൻ തന്നിരിക്കുന്നത് എന്താണ്, ആർ ഈക്വൽ ടു 2 sin theta. ദെൻ ആർ സ്ക്വയർ എന്തായിരിക്കും, ആർ സ്ക്വയർ ഈസ് 2 r sin theta. അതായത് നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആർ സ്ക്വയർ ഈസ് 2r sin theta. ദെൻ ആർ സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് റിലേഷൻ കണക്റ്റിംഗ് റെക്റ്റാങ്കുലാർ കോർഡിനേറ്റ്സ് ആൻഡ് പോളാർ കോർഡിനേറ്റ്സ്. നമുക്കറിയാം ആർ സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദെൻ വൈ എന്താണ്, വൈ ഈസ് ആർ സൈൻ തീറ്റ. ദെൻ നമ്മളവിടെ നമുക്ക് എന്ത് കിട്ടും, ആർ സ്ക്വയറിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊടുത്തു. അതേമാതിരി ആർ സൈൻ തീറ്റയ്ക്ക് വൈ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2y എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y ഈസ് 0. ദെൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഇൻ y. അപ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അതായത് നമ്മളിവിടെ സ്ക്വയർ ഇൻ y കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് 2y ഓൾറെഡി ഉണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, പ്ലസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേം ലെഫ്റ്റിൽ ആഡ് ചെയ്തു. അപ്പോൾ റൈറ്റിൽ നമുക്ക് എന്ത് വരും, മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ റൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 എന്നുള്ള ടേം ആഡ് ചെയ്യണം. അപ്പോൾ 0 പ്ലസ് 1 ആകുമ്പോൾ റൈറ്റിൽ 1 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇത് വൈയിലെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വരിക, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ കണ്ടാൽ നമുക്കറിയാം ദിസ് ഇസ് സർക്കിൾ വിത്ത് സെൻറ്റേർഡ് അറ്റ് 0, 1 ആൻഡ് ഹാവിങ് റേഡിയസ് 1. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാഫ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സെൻറ്റർ ഏതാണ് വരുന്നത്, ഈ ഒരു പോയിന്റ്, അതായത് 0, 1 ആണ് സെൻറ്റർ വരുന്നത്. റേഡിയസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് 2 ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ എന്താണ്, 1 ആണ്. അപ്പോൾ റേഡിയസ് 1 ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സിമ്മട്രി. നമുക്കറിയാം റെക്റ്റാങ്കുലാർ ഇക്വേഷൻസിൽ നമ്മൾ ഓൾറെഡി സിമ്മട്രി പഠിച്ചിട്ടുണ്ടാവും. സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിൽ എന്തുണ്ടോ അതേ ഇത് എന്ത് കിടക്കും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ് സിമ്മട്രി ഉണ്ടെങ്കിൽ താഴോട്ടും ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഏത് പോയിന്റും ഗ്രാഫിലുണ്ടായിരിക്കും, ഈ ഒരു പോയിന്റും ഗ്രാഫിലുണ്ടായിരിക്കും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് സിമ്മട്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമുണ്ടായിരിക്കും ഗ്രാഫ് വരയ്ക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും സിമ്മട്രി യൂസ് ചെയ്യണത്. ഇവിടെ 3 ടൈപ്സ് സിമ്മട്രിയാണ് പറയണത്. സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ്, സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ, വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു π/2, ആൻഡ് സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോൾ. നമ്മളവിടെ പറയുന്ന സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സസ്, വൈ ആക്സസ് ആൻഡ് ഒറിജിൻ ഒക്കെ പറയുന്ന പോലെ തന്നെ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ്, അതായത് പോളാർ ആക്സസ് ഏതാണ്, ഈ ഒരു ആക്സസ്. സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു π/2. തീറ്റ ഈക്വൽ ടു π/2 എന്ന് വെച്ചാൽ ലൈൻ ഏതാണ്, പോളാർ ആക്സസിൽ നിന്ന് π/2 ആംഗിൾ, അതായത് ഇങ്ങനെയായിരിക്കും ആംഗിൾ വരിക. അപ്പോൾ ഏതാണ് ലൈൻ വരിക, ഈ ഒരു ലൈൻ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ സിമ്മട്രി പറയുന്നുണ്ട്. അതേമാതിരി വിത്ത് റെസ്പെക്ട് ടു ദ പോൾ, അതായത് ഒറിജിൻ തന്നെ വിത്ത് റെസ്പെക്ട് ടു ദ പോൾ സിമ്മട്രി പറയുന്നുണ്ട്. അപ്പോൾ ഈ സിമ്മട്രി എന്താണെന്ന് നോക്കാം. അതായത് സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സസ്, അത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആക്സസിന് സിമ്മട്രിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഗ്രാഫിലുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, നേരെ താഴെ കിടക്കണം ഈ ഒരു പോയിന്റും ഗ്രാഫിലുണ്ടായിരിക്കണം. അതായത് ഈ പോയിന്റ് ആർ തീറ്റയാണെങ്കിൽ ഈ ഒരു പോളാർ ആക്സസിൽ നിന്ന് ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലേക്കുള്ള ആംഗിളാണ് തീറ്റ. ദെൻ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തീറ്റ വാല്യൂ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ആക്ച്വലി 6 തന്നെയായിരിക്കും. ദെൻ തീറ്റ എന്തായിരിക്കും, തീറ്റ എന്നുള്ളത് ഡയറക്ഷൻ നേരെ റിവേഴ്സായി കൗണ്ടർ ക്ലോക്ക് വൈസ് എടുത്താർന്ന് മാറി എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയി. അപ്പോൾ ആംഗിൾ എന്തായിരിക്കും, മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ആർ തീറ്റ എന്നുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ എന്ത് വേണം, ആർ മൈനസ് തീറ്റ എന്നുള്ള പോയിന്റും ഗ്രാഫിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇത് നോക്കാം, ടെസ്റ്റ് നോക്കാം. ദ ഗ്രാഫ്
of r equal to f of theta is symmetric with respect to the polar axis if the equation is unchanged when theta is replaced by minus theta. തീറ്റേനെ മാറ്റിയിട്ട് മൈനസ് തീറ്റ ആക്കുമ്പോഴും ഇക്വേഷൻ സെയിം ആയിട്ട് റിമെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ പോളാർ ഇക്വേഷൻ ഈസ് സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ്. ദെൻ അതേപോലെ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു π/2. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ തീറ്റ ഈക്വൽ ടു π/2 എന്നുള്ളത് ഈ ഒരു ലൈനാണ്. തീറ്റ ഈക്വൽ ടു π/2. അപ്പോൾ ഈ ഒരു ലൈനിൽ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാഫിന് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ തീറ്റ എന്നുള്ള പോയിന്റ് ഗ്രാഫിലുണ്ടെങ്കിൽ എന്ത് വേണം? നേരെ ഇതിന്, അതായത് നമ്മൾ ഈ ഒരു ആക്സസിൽ ഒരു മിറർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ മിററിൻ്റെ ഇമേജും കൂടെ ഗ്രാഫിലുണ്ടായിരിക്കണം എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഏതാണ് പോയിന്റ് വരിക? ഈ ഒരു പോയിൻ്റാണ് വരിക. ഈ പോയിൻ്റ് ഏതായിരിക്കും പോയിൻ്റ്? ഈ ഡിസ്റ്റൻസ് ആർ ആയ കാരണം ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? ആർ തന്നെയായിരിക്കും. ദെൻ ആംഗിളിനാണ് മാറ്റം വരുന്നത്. അതായത് ഈ ഒരു ആംഗിളാണ് തീറ്റ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഈ ആംഗിള്, നമുക്ക് വേണ്ട ആംഗിൾ എന്താണ്? ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് π മൈനസ് തീറ്റ എന്ന് പറയാം. അപ്പോൾ ആർ തീറ്റ എന്നുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ ആർ π മൈനസ് തീറ്റ എന്നുള്ള ആംഗിൾ, ഇത് നമുക്ക് ഇത്രയും ആംഗിൾ പൈ ആണെന്നറിയാം. അതായത് ഇത്രയും ആംഗിൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പൈ ആണ്. അതിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കുറയ്ക്കാനുള്ളൂ. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് തീറ്റയാകുമ്പോൾ ഇതും തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ ആംഗിൾ π മൈനസ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ ആർ തീറ്റ എന്നുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ ഗ്രാഫിൽ ഏത് പോയിന്റും കൂടെ വേണം? ആർ π മൈനസ് തീറ്റ എന്നുള്ള പോയിന്റും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു π/2 പറയാം. ദെൻ അതിൻ്റെ ടെസ്റ്റ് നോക്കാം. ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ is symmetric with respect to the vertical line theta equal to π/2 if the equation is unchanged when theta is replaced by π minus theta. ഇവിടെ ആർ വാല്യൂ സെയിം തന്നെയാണ്. തീറ്റ മാറി π മൈനസ് തീറ്റ ആകുമ്പോഴും അതും ആ ഗ്രാഫിൽ ഉണ്ടായിരിക്കണം. സോ ഇക്വേഷൻ ഈസ് അൺചേഞ്ച്ഡ് വെൻ തീറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ π മൈനസ് തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു π/2 ചെക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോൾ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പോൾ സിമ്മട്രിക് ആവണം. അപ്പോൾ ഈ ഒരു പോയിന്റ് ആർ തീറ്റ എന്നുള്ള പോയിന്റ് ഗ്രാഫിലുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഒരു പോയിന്റും കൂടെ ഗ്രാഫിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോൾ പറയുക. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആർ തീറ്റയാണ്. ഈ കോർഡിനേറ്റ് എന്തായിരിക്കും? തീറ്റയിൽ നേരെ തിരിച്ച് റേഡിയൽ സൈഡിലുണ്ടായിരുന്ന പോയിന്റ് ഓപ്പോസിറ്റ് ഓഫ് റേഡിയൽ സൈഡിലേക്ക് പോയി. അപ്പോൾ എന്താണ്? തീറ്റയുടെ വാല്യൂ, ആറിൻ്റെ വാല്യൂ നെഗറ്റീവായി. അപ്പോൾ മൈനസ് ആർ തീറ്റ എന്നുള്ളതാണ് ഈ പോയിന്റ് വരിക. അപ്പോൾ ആർ തീറ്റ ഉണ്ടെങ്കിൽ ഏത് പോയിന്റ് വേണം? മൈനസ് ആർ തീറ്റ എന്നുള്ള പോയിന്റ് വേണം. അപ്പോൾ ആറ് റീപ്ലേസ് ചെയ്ത് മൈനസ് ആർ ആകുമ്പോഴും ഇക്വേഷൻ എന്താവണം? അൺചേഞ്ച്ഡ് ആവണം. അങ്ങനെയാണെങ്കിലാണ് സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോൾ പറയുക. അപ്പോൾ ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ പോൾ ഇഫ് ദ ഇക്വേഷൻ ഈസ് അൺചേഞ്ച്ഡ് വെൻ ആർ ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് ആർ ഓർ വെൻ തീറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ തീറ്റ പ്ലസ് പൈ. അതെങ്ങനെയാണ് വരുന്നത്? അതായത് നമുക്കറിയാം ഈ ഒരു ആംഗിളാണ് തീറ്റ. അപ്പം നമുക്ക് ഈ ഒരു പോയിന്റിനെ വേറെ തരത്തിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? തീറ്റ പ്ലസ് പൈ എന്നുള്ള ആംഗിൾ എന്തായിരിക്കും? ഇത് ഈ ഒരു ആംഗിൾ വരും, തീറ്റ പ്ലസ് പൈ. അപ്പോൾ ഈ പോയിന്റ് എന്തായി? തീറ്റ പ്ലസ് പൈയുടെ റേഡിയൽ സൈഡിലായി. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് ആർ എടുത്താൽ മതി. അപ്പോൾ ഈ മൈനസ് ആർ തീറ്റ എന്നുള്ള പോയിന്റ് തന്നെയാണ് എന്ത്? ആർ തീറ്റ പ്ലസ് പൈ. അപ്പോൾ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് തീറ്റ പ്ലസ് പൈ കൊടുക്കുമ്പോൾ ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആണെങ്കിലോ, അല്ലെങ്കിൽ ആറിനെ റീപ്ലേസ് ചെയ്ത് മൈനസ് ആർ കൊടുക്കുമ്പോഴോ ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആണെങ്കിലോ നമുക്ക് എന്ത് പറയാം? സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോൾ പറയാം. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യാൻ ഏതാണോ എളുപ്പം അത് വെച്ച് ചെയ്യാം. ആ റീപ്ലേസ് ചെയ്ത് മൈനസ് ആർ കൊടുക്കുകയായിരിക്കും ഒന്നും കൂടെ എളുപ്പം ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ യൂസ് നോക്കാം. അപ്പോൾ സിമ്മട്രി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ. ദെൻ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആറിനെ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ എഫ് ഓഫ് തീറ്റ എന്താണ് വരിക? 2 സൈൻ തീറ്റയാണ്. ദെൻ ഈ ഫംഗ്ഷനിൽ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് പൈ മൈനസ് തീറ്റ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? അതായത് എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എന്താണ്? 2 സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ത് തന്നെയാണ്? നമുക്കറിയാം സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ. പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഏതാ ക്വാഡ്രൻറ്റ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ സൈൻ
പൈ മൈനസ് തീറ്റ ആയതുകൊണ്ട് സൈൻ തന്നെയാണ് വരിക. ദെൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ 2 സൈൻ തീറ്റ എന്ന് കിട്ടും. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റയാണ്. സോ 2 സൈൻ പൈ മൈനസ് തീറ്റ എന്താവും? 2 സൈൻ തീറ്റ, ദാറ്റ് ഈസ് അഗെയിൻ എഫ് ഓഫ് തീറ്റ. അപ്പോൾ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് എഫ് ഓഫ് തീറ്റ. അപ്പോൾ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് പൈ മൈനസ് തീറ്റ കൊടുക്കുമ്പോൾ എന്താണ്? ഈക്വേഷൻ അൺചേഞ്ച്ഡ് ആണ്. എന്ത് പറയാം? ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. അപ്പം നമുക്കിവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2, അതായത് ഇതാണ് വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ ഇവിടെ ഏതൊക്കെ പോയിൻറ്റ്സ് ഉണ്ടോ അതേ പോയിൻറ്റ്സിന് എന്തുണ്ട്? അതായത് ഇവിടെ ഒരു പോയിൻ്റ് വരികയാണെങ്കിൽ ഗ്രാഫിൽ എന്ത് വരും? ഇതിന് നേരെ ഇപ്പുറത്തുള്ള ഈ പോയിൻറ്റും ഗ്രാഫിൽ വരും. അപ്പോൾ ഈ ഒരു പാർട്ട് മൊത്തം ഗ്രാഫിൽ വരികയാണെങ്കിൽ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 വരണ കാരണം നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഇമേജ്, മിറർ ഇമേജ് എന്ന് വേണമെങ്കിൽ പറയാം. തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 എന്നുള്ളതിലൊരു മിറർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ അതെന്തായിരിക്കും? ഈ ഒരു പാർട്ട്, ഇത് മൊത്തം ഇതിൽ വരും, ഗ്രാഫ് വരും. അപ്പോൾ ആക്ച്വലി നമ്മൾ 0 ടു പൈ ബൈ 2 ആംഗിളിന് എന്ത് മെഷർ ചെയ്താൽ മതി? ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ മതി. തീറ്റ വാല്യൂസ്, തീറ്റ ഈക്വൽ ടു 0 ടു പൈ ബൈ 2വിന് ആർ വാല്യൂസ് മെഷർ ചെയ്താൽ മതി ഗ്രാഫ് വരയ്ക്കാൻ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ സിമ്മട്രി ചെക്ക് ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് അതിനനുസരിച്ച് ചൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ സിമ്മട്രി യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് തീറ്റ എന്താണ്? 1 പ്ലസ് കോസ് തീറ്റയാണ്. ദെൻ ഇതിൽ ആക്ച്വലി ഇതിൻ്റെ റെക്റ്റാങ്കുലർ ഇക്വേഷൻ വരുന്നത് ഒരു 4th ഡിഗ്രി ഇക്വേഷനാണ്. ഇത് കാർഡിയോയിഡിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ഇക്വേഷൻ വരുന്നത് x⁴ മൈനസ് 2x³ പ്ലസ് 2x² y² മൈനസ് 2xy² മൈനസ് y² പ്ലസ് y⁴ ഈക്വൽ ടു 0. ഇത് റെക്റ്റാങ്കുലർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോളാർ ഇക്വേഷനിലാണെങ്കിലാണ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ഒന്നും കൂടെ എളുപ്പമുള്ളത്. അപ്പോൾ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റയുടെ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം സിമ്മട്രി ചെക്ക് ചെയ്യാം. സിമ്മട്രി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കോസ് തീറ്റ ആയ കാരണം അറിയാം കോസ് തീറ്റ എന്നുള്ളത് തീറ്റേനെ റീപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുത്താലും എന്താണ്? അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് തീറ്റ എന്താണ് വരുന്നത്? 1 പ്ലസ് കോസ് ഓഫ് മൈനസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ. അപ്പോൾ എഫ് ഓഫ് മൈനസ് തീറ്റ എന്ത് തന്നെയാണ്? എഫ് ഓഫ് തീറ്റയാണ്. തീറ്റേനെ റീപ്ലേസ് ചെയ്ത് മൈനസ് തീറ്റ കൊടുക്കുമ്പോൾ ഇക്വേഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്. സോ ഇറ്റ് ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ഏത് ആക്സസ് ആണ് വരുന്നത്? പോളാർ ആക്സസ്. വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ് സിമ്മട്രി വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ്. അപ്പോൾ ഈ പോളാർ ആക്സസിൻ്റെ ഈ പാർട്ടിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് എന്ത് വരിക? താഴോട്ടും വരിക, ഇങ്ങോട്ടും വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ആക്ച്വലി നമുക്ക് ഏത് തീറ്റ വാല്യൂസിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ? തീറ്റ ഈക്വൽ ടു 0 മുതൽക്ക് തീറ്റ ഈക്വൽ ടു പൈ, 0 ടു പൈ തീറ്റ വാല്യൂസിന് കറസ്പോണ്ടിങ് ആർ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ സിമ്മട്രി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടു സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഇതാണ് നമ്മളിവിടെ ചെയ്യണത്. ദെൻ തീറ്റ ഈക്വൽ ടു 0 പൈ ബൈ 4 2 പൈ ബൈ 4, അതായത് എന്താണ്? പൈ ബൈ 2. ദെൻ 3 പൈ ബൈ 4, ദെൻ 4 പൈ ബൈ 4, അതായത് പൈ. 0 ടു പൈ നമുക്ക് തീറ്റ വാല്യൂസിന് ആർ വാല്യൂസാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറസ്പോണ്ടിങ് ആർ വാല്യൂസ് എന്താണ് വരിക? തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ ആർ വാല്യൂ എന്ത് വരും? 1 പ്ലസ് കോസ് 0. കോസ് 0 1 ആണ്. അപ്പം നമുക്കറിയാം തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? 2. ദെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4. ദെൻ ആർ ഈസ് 1 പ്ലസ് കോസ് പൈ ബൈ 4, അതായത് 1 പ്ലസ് 1/√2 വരും. ദെൻ പൈ ബൈ 2 ആവുമ്പോൾ 1 പ്ലസ് കോസ് 90 കോസ് പൈ ബൈ 2. 1 പ്ലസ് കോസ് പൈ ബൈ 2 എന്താണ്? കോസ് 90 0 ആണ്. അപ്പോൾ 1 വരും. 1 പ്ലസ് 0 ദാറ്റ് ഈസ് 1. ദെൻ 1 പ്ലസ് കോസ് 3 പൈ ബൈ 4 ആണ്. 3 പൈ ബൈ 4ലെ ആർ വാല്യൂ. അപ്പോൾ 1 പ്ലസ് 3 പൈ ബൈ 4 കോസ് 3 പൈ ബൈ 4, അതായത് മൈനസ് 1/√2. അപ്പോൾ 1 മൈനസ് 1/√2 എന്നാണ്
വാല്യൂ വരിക. ദെൻ നെക്സ്റ്റ് കോസ് പൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്കറിയാം 1 - 1 ദാറ്റ് ഈസ് 0. അപ്പോൾ 0 to π തീറ്റ വാല്യൂസിന് കറസ്പോണ്ടിങ് ആർ വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം r = 2 ആണ് തീറ്റയിൽ 0 ആകുമ്പോൾ. തീറ്റ ആംഗിൾ ഇതാണ് നമ്മുടെ പോളാർ ആക്സസ്. ദെൻ തീറ്റ 0 ആകുമ്പോൾ ആർ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. ആർ വാല്യൂ 2 ആണ്. അപ്പോൾ പോയിൻ്റ് ഏത് കിട്ടും? ഈ ഒരു പോയിൻ്റ് കിട്ടും. ഇതാണ് ആർ തീറ്റ 20 എന്നുള്ള പോയിൻ്റ്. ദെൻ തീറ്റ = π/4 എന്ന് പറയുമ്പോൾ ആംഗിൾ π/4 എടുക്കുക. തീറ്റയുടെ വാല്യൂ എന്താണ്? 1 + 1/√2 പോസിറ്റീവ് ആണ്. 1 + 1/√2 എന്നുള്ള പോയിൻ്റ് എവാലുവേറ്റ് ചെയ്യുക. ഇങ്ങനെ കിട്ടും. ദെൻ ആംഗിൾ 90 തീറ്റ = π/2 ആംഗിൾ ആകുമ്പോൾ ഏതാണ് വാല്യൂ വരുന്നത്? ആറിൻ്റെ വാല്യൂ 1, അതായത് ഈ ഒരു പോയിൻ്റ് കിട്ടും. ദെൻ നെക്സ്റ്റ് തീറ്റ = 3 π/4 ആകുമ്പോൾ ആറിൻ്റെ വാല്യൂ 1 - 1/√2 ആണ്. അപ്പോൾ 1 - 1/√2 തീറ്റ = 3 π/4 എന്നുള്ള ആംഗിൾ മെഷർ ചെയ്യുക. ദെൻ ഇവിടെ 1 - 1/√2 അതായത് പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. 1 - 1/√2 എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന പോയിൻ്റ് ഈ ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. ദെൻ തീറ്റ = π ആവുമ്പോൾ ആംഗിൾ തീറ്റ = π ആവുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്താണ്? 0. അപ്പോൾ ഈ ഒരു തീറ്റ = π എന്ന് പറയുമ്പോൾ ഈ ഒരു റേ ആണ്. അവിടെ ഡിസ്റ്റൻസ് എന്താണ്? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഏതാണ്? r = 0 ആകുമ്പോൾ പോയിൻ്റ് ഏതാണ്? ഒറിജിൻ ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പോയിൻറ്റ്സ്, അതായത് തീറ്റ = 0 ഡിസ്റ്റൻസ് 2, തീറ്റ = π/4 ഡിസ്റ്റൻസ് 1 + 1/√2, തീറ്റ = π/2 ആർ വാല്യൂ 1, തീറ്റ = 3 π/4 ആർ വാല്യൂ 1 - 1/√2, ദെൻ തീറ്റ = π ആർ വാല്യൂ 0. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കിട്ടി. ഇതൊക്കെ കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് ഇങ്ങനെ വരും. ദെൻ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ് വന്ന കാരണം ഈ പാർട്ടിൽ എന്തുണ്ടോ അത് തന്നെ താഴോട്ടും വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരിക. അപ്പോൾ ഗ്രാഫ് ഓഫ് r = 1 + cos തീറ്റ ഇതാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാർഡിയോയിഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കാർഡിയോയിഡ്. അപ്പോൾ r = 1 + cos തീറ്റയുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നത് സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് r = 2 cos 2 തീറ്റ. r = 2 cos 2 തീറ്റ. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കൊസൈൻ ഫംഗ്ഷൻ ആണ് വന്നത്. അപ്പോൾ തീറ്റേനെ റീപ്ലേസ് ചെയ്ത് -θ കൊടുക്കുമ്പോഴും സെയിം തന്നെയാണ് f of θ വരിക. അപ്പോൾ അത് f of θ എന്നുള്ളത് ഇവിടെ 2 cos 2 തീറ്റയാണ്. f of -θ എന്ത് വരും? 2 cos of 2 × -θ that is 2 cos 2 തീറ്റ that is equal to f of θ. അപ്പോൾ f of -θ is f of θ. അപ്പോൾ എന്ത് പറയാം? സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സസ്. തീറ്റ റീപ്ലേസ്ഡ് ബൈ -θ എന്താണ്? ഫംഗ്ഷൻ വാല്യൂ അല്ലെങ്കിൽ പോളാർ ഇക്വേഷൻ റിമെയിൻസ് സെയിം. അപ്പോൾ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സസ്. ഇനി കോസ് ഓഫ് 2 തീറ്റയാണ്. അപ്പം നമുക്ക് f of π - θ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ f of π - θ എന്താണ്? 2 cos 2 π - θ ദാറ്റ് ഈസ് 2 cos 2π - 2 തീറ്റ. ദെൻ അതെന്താണ്? കോസ് ഓഫ് 2π - 2 തീറ്റ, അതായത് കോസ് ഓഫ് 2π - 2 തീറ്റ എന്ന് വെച്ചാൽ എന്താണ് വരിക? കോസ് ഓഫ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ 2π - 2 തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ ആയിരിക്കും വരിക. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ്? കോസ് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ കോസ് ഓഫ് -2 തീറ്റ എന്ന് വരും. കോസ് ഓഫ് -2 തീറ്റ എന്ത് തന്നെയാണ്? കോസ് 2 തീറ്റ തന്നെയാണ്. സോ കോസ് ഓഫ് 2π - 2 തീറ്റ ഈസ് കോസ് ഓഫ് 2 തീറ്റ. അപ്പോൾ 2 × കോസ് ഓഫ് 2π - 2 തീറ്റ എന്താണ്? 2 cos 2 തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു f of തീറ്റ. അപ്പോൾ f of π - θ ഈസ് f of തീറ്റ. അപ്പോൾ തീറ്റ റീപ്ലേസ് ചെയ്ത് π - θ കൊടുക്കുമ്പോഴും പോളാർ ഇക്വേഷൻ റിമെയിൻ സെയിം. നമുക്ക് എന്ത് പറയാം? സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ലൈൻ തീറ്റ ഇസ് ഈക്വൽ ടു π/2. അപ്പോൾ ഈ ഒരു പോളാർ ആക്സസിനും സിമ്മട്രി വരുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സസ് തീറ്റ ഈക്വൽ ടു π/2 വി ഹാവ് സിമ്മട്രി. അപ്പോൾ രണ്ടെണ്ണത്തിനും സിമ്മട്രി വരണ കാരണം ആക്ച്വലി നമ്മളിവിടെ ഏത് മാത്രം മെഷർ ചെയ്താൽ മതി? ഈ ഒരു ആംഗിളിന് മാത്രം. ഇത്രയും ആംഗിൾ വാരി ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണ്ടൂ? ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് തീറ്റ വാല്യൂസിന്
ആർ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതായത് 0 to π/2 തീറ്റ വാരി ചെയ്യുമ്പോൾ ആർ വാല്യൂ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ തീറ്റ വാല്യൂസ് 0 മുതൽക്ക് π/2 റേഞ്ചാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു 0, ദെൻ π/8, π/4, 3π/8. അതായത് π/8, 2π/8 ആണ് π/4. ദെൻ നെക്സ്റ്റ് 3π/8, ദെൻ 4π/8. 4π/8 എന്ന് വെച്ചാൽ എന്ത് വരും? π/2. ഇത്രയും പോയിൻറ്റ്സിന് നമുക്ക് ആർ വാല്യൂ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കറസ്പോണ്ടിങ് ആർ വാല്യൂസ് എന്താണ് വരിക? തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ ആർ വാല്യൂ തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ ആർ വാല്യൂ 2 ആണ്. തീറ്റ ഈക്വൽ ടു π/8, ആർ ഈസ് √2. തീറ്റ ഈസ് π/4, ആർ ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 3π/8, ആർ ഈസ് ഈക്വൽ ടു -√2. വെൻ തീറ്റ ഈസ് π/2, ആർ ഈസ് -2. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ പോളാർ ആക്സിസ് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ തീറ്റ 0 ആകുമ്പോൾ ആറിൻ്റെ വാല്യൂ 2. അപ്പോൾ എവിടെ പോയിൻ്റ് വരിക? പോയിൻ്റ് തീറ്റ 0, അതായത് പോളാർ ആക്സിസിലെ പോയിൻ്റാണ്. ആർ വാല്യൂ 2. ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു π/8. π/8ൽ √2. തീറ്റ ഈക്വൽ ടു π/8 എന്ന് പറഞ്ഞാൽ ഇതാണ്. തീറ്റ ഈസ് ഈക്വൽ ടു π/8. ദെൻ ആർ വാല്യൂ √2. ദെൻ തീറ്റ ഈസ് π/4, ആർ ഈസ് 0. π/4ൽ തീറ്റ ഈക്വൽ ടു π/4. ഇതാണ് തീറ്റ ഈക്വൽ ടു π/4. ദെൻ ആർ വാല്യൂ 0. നെക്സ്റ്റ് തീറ്റ ഈസ് ഈക്വൽ ടു π/2. ആർ വാല്യൂ -√2. തീറ്റ ഈസ് ഈക്വൽ ടു 3π/8, ആർ ഈസ് -√2. അപ്പോൾ 3π/8 ആംഗിളിന് റേഡിയൽ സൈഡിലെല്ലാം ആർ വരുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു √2. അപ്പോൾ ഓപ്പോസിറ്റ് ഓഫ് റേഡിയൽ സൈഡ് എന്തെടുക്കണം നമ്മൾ? ഡിസ്റ്റൻസ് √2 എടുക്കണം. അപ്പോൾ ഇവിടെ ആയിരിക്കും പോയിന്റ് വരിക. ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു π/2, ആർ ഈസ് ഈക്വൽ ടു -2. അപ്പോൾ തീറ്റ π/2 ആവുമ്പോൾ ആർ വാല്യൂ അതേമാതിരി തന്നെ π/2വിൻ്റെ ഓപ്പോസിറ്റ് ഓഫ് റേഡിയൽ സൈഡ് നമ്മൾ എന്തെടുക്കണം? 2 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ഗ്രാഫിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ ഒരു പോർഷൻ കിട്ടും. ഇങ്ങനെ കിട്ടും. അതായത് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ടാണ് നമുക്ക് കിട്ടിയത്. ദെൻ ഇതെന്താ സിമ്മട്രി നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു π/2. അപ്പോൾ പോളാർ ആക്സിസിന് സിമ്മട്രി വരണ കാരണം ഈ ഒരു പാർട്ട് മുകളിലത്തെ വരുമ്പോൾ ഇങ്ങോട്ട് താഴേക്ക് വരും. ദെൻ വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു π/2 സിമ്മട്രി വരുമ്പോൾ ഈ ഒരു പാർട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ പാർട്ട് വരും. ദെൻ വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സിസ് സിമ്മട്രി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പാർട്ട് വരുമെന്ന് പറയാം. ദെൻ വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു π/2 സിമ്മട്രിയുള്ള കാരണം ഈ ഒരു പാർട്ടും വരുമെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസ് ആണ് വരുന്നത്. അതായത് ഇതാണ് ഗ്രാഫ്. 4 ലീവ്ഡ് റോസ് എന്നാണ് ഈ ഒരു ഗ്രാഫിന് പറയണത്. Next example, sketch the graph of the equation x square plus y square the whole square equal to 4 into x square minus y square by first converting it to polar form. അതായത് ഇതൊരു ലെംനിസ്കേറ്റിൻ്റെ ഇക്വേഷൻ ആണ്. ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുക എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ പോളാർ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? റിലേഷൻ കണക്റ്റിംഗ് പോളാർ ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ച് നമുക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആർ സ്ക്വയർ ആണ്. അതേമാതിരി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആർ കോസ് തീറ്റയാണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ ആർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് നമ്മൾ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്താവും? ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൈ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ.
That is equal to 4r square into cos square theta minus sin square theta. Cos square theta minus sin square theta equation എന്താണ്? cos 2 theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായി? 4r square cos 2 theta. അപ്പം നമുക്ക് r raised to 4 is equal to 4r square cos 2 theta എന്ന് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് സിമ്മട്രി ആണ് നോക്കണേ. അപ്പം നമുക്കിവിടെ r raised to 4 ആണ് 4r square cos 2 theta. അപ്പോൾ നമുക്ക് r എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അതാണ് f of theta വരിക. അപ്പോൾ r square എന്തായിരിക്കും വരിക? r square ഈസ് ഇവിടെ r square ത്രൂ ഔട്ട് നമുക്ക് കട്ട് ചെയ്യാം റൈറ്റ് നിന്ന് ലെഫ്റ്റ് നിന്ന്. അപ്പോൾ എന്താവും? r square ഈസ് 4 cos 2 theta. സോ r is equal to 2 root cos 2 theta. Then f of theta എന്ത് വരും? f of theta ഈസ് 2 root of cos 2 theta. ദെൻ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ cos 2 theta വന്നിരിക്കുന്നത്. അപ്പോൾ cos 2 theta എന്തായിരിക്കണം? cos 2 theta എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ cos 2 theta എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -π/4 to π/4ലാണ് cos 2 theta പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുക. അതേപോലെ ഏത് ഇൻ്റർവെൽ കൊടുക്കാം? 3π/4 to 5π/4. അപ്പോൾ f of theta is 2 root cos 2 theta is defined for -π/4 less than or equal to theta less than or equal to π/4 and 3π/4 less than or equal to theta less than or equal to 5π/4. Then next നമുക്ക് സിമ്മട്രി നോക്കാം. അപ്പോൾ f of theta നമുക്ക് കിട്ടി. ഇനി f of minus theta എന്താണ്? f of minus theta എന്നുള്ളത് 2 root of cos, അതായത് f of minus theta equal to 2 into root of cos 2 minus theta. That is 2 into root of cos minus 2 theta. Then that is equal to 2 root of cos 2 theta. That is f of theta. f of minus theta എന്നുള്ളത് f of theta തന്നെയാണ്. സോ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു എന്ത് വരും? പോളാർ ആക്സിസ് വരും. ഇനി അതേമാതിരി f of pi minus theta. f of pi minus theta എന്ത് വരും? 2 into root of cos 2 pi minus theta. That is equal to 2 root of cos 2 pi minus 2 theta. That is 2 root of cos 2 theta തന്നെയാണ്. So we have this is f of theta. അപ്പോൾ f of pi minus theta എന്താണ്? f of theta തന്നെയാണ്. സോ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ വെർട്ടിക്കൽ ലൈൻ theta ഈക്വൽ ടു π/2 വരും. അപ്പോൾ നമുക്കിവിടെ r ഈക്വൽ ടു f of theta എന്നുള്ളത് എന്താണ്? സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ theta ഈക്വൽ ടു π/2 അതേമാതിരി സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സിസുമാണ്. അപ്പം നമുക്കിവിടെ ആക്ച്വലി പോളാർ ആക്സിസിന് സിമ്മട്രി വരുന്നുണ്ട്. ദെൻ വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ theta ഈക്വൽ ടു π/2 സിമ്മട്രി വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു റേഞ്ചിലാണ് ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 3π/4 to 5π/4 എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് ആക്ച്വലി 0 to π/2 മാത്രമേ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആർ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. theta ഈക്വൽ ടു 0 to π/2 ആർ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വരുന്ന റേഞ്ച് എന്താണ്? -π/4 to π/4 ആൻഡ് 3π/4 to 5π/4. അപ്പോൾ ഈ ഒരു 0 to π/2 റേഞ്ചിൽ കിടക്കുന്ന തീറ്റ വാല്യൂസിന് മാത്രമേ എന്ത് വേണ്ടൂ? ആർ വാല്യൂസ് കാണുള്ളൂ. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 0 to π/4 ആർ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഗ്രാഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ നമ്മൾ ആർ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യണത് ഏതിനൊക്കെയാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 ഇവാലുവേറ്റ് ചെയ്യണത്. ദെൻ തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ എന്തായിരിക്കും ആർ വാല്യൂ വരിക നോക്കാം. തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ ആർ ഈസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് കോസ് 0. കോസ് 0 1 ആണ്. അപ്പോൾ ആർ വാല്യൂ എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ആർ എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? ആർ എന്നുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ദെൻ തീറ്റ ഈക്വൽ ടു 0 to π/4 ഇവാലുവേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ തീറ്റ ഈക്വൽ ടു π/4 എന്താണ് വരുന്നത്? തീറ്റ ഈക്വൽ ടു π/4 ആർ വാല്യൂ വരുന്നത് 2 root of cos 2 π/4, that is π/2.
ദെൻ കോസ് പൈ ബൈ 2 എന്താണ് 0 ആണ്. അപ്പോൾ ആർ ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 5ന് വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. തീറ്റ ഈക്വൽ ടു പൈ ബൈ 5ന് ആർ വാല്യൂ എന്താണ് 2 റൂട്ട് ഓഫ് കോസ് 2 പൈ ബൈ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 0.87 എന്ന് കിട്ടും. ദെൻ ഈ പോയിൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നമ്മൾ 0 to പൈ ബൈ 4 റേഞ്ചിൽ കുറച്ച് തീറ്റ വാല്യൂസിന് ആർ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആയിരുന്നപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർ വാല്യൂ 2 ആയിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് വരും. ദെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 എന്നുള്ള ആംഗിൾ, ഈ ഒരു പൈ ബൈ 4 എന്നുള്ള ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആർ വാല്യൂ എന്താണ് 0 ആണ്. അപ്പോൾ ഒറിജിൻ എന്നുള്ള പോയിന്റ് വരും. ദെൻ നെക്സ്റ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 5. തീറ്റ ഈക്വൽ ടു പൈ ബൈ 5 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ആർ വാല്യൂ എന്തായിരുന്നു 0.87, പോസിറ്റീവ് നമ്പറാണ് 0.87. ഇങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് പോസിറ്റീവ് നമ്പറാണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത് 0.87 ഇങ്ങനെ ഒരു പോയിന്റ് വരും. അപ്പം നമുക്ക് ഇതിനൊക്കെ ജോയിൻ ചെയ്ത് വരികയും നമുക്കൊരു പാർട്ട് കിട്ടുന്നത്, ഗ്രാഫിൻ്റെ പാർട്ട് എങ്ങനെയാണ് കിട്ടുന്നത് 0 to പൈ ബൈ 4 എന്താണ് ഇങ്ങനെ വരും. ദെൻ ഇതിന് എന്തുണ്ട്, സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ പോളാർ ആക്സിസും ഉണ്ട്, സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ഉണ്ട്. അപ്പോൾ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സിസ് ഉള്ള കാരണം നമുക്ക് എന്ത് പറയാം, ഈ ഒരു പാർട്ട് വരുമ്പോൾ എന്തും കൂടെ വരും, ഈ ഒരു പാർട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ടും വരും. ദെൻ സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ഉണ്ട്. നമുക്ക് എന്ത് പറയാം, ഈ ഒരു ലൈനിൽ സിമ്മട്രി വരണ കാരണം ഈ ഒരു പാർട്ട് വരും. ദെൻ ഈ ഒരു പാർട്ട് സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സിസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ദെൻ ടോട്ടലി ഏതൊക്കെ ഗ്രാഫിൽ ഏതൊക്കെ പോർഷൻസാണ് വരിക, ഇങ്ങനെ വരും. ദെൻ നെക്സ്റ്റ് ഇത് ഇത്രയും പാർട്ട് ഗ്രാഫിൽ വരും. അപ്പോൾ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു 2 റൂട്ട് കോസ് 2 തീറ്റ ഇതിൻ്റെ ഗ്രാഫാണ്. ഇത് ലെംനിസ്കേറ്റ് ആണ്, ഇതിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചേക്കുന്നത്.